നമസ്കാരം, എന്റെ പേര് അഖില ദിനകരൻ. ഞാൻ GHSS രാവണീശ്വരം വിദ്യാലയത്തിലെ 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയാണ്. സമൂഹത്തിൽ നാം ചെയ്യേണ്ട ഓരോരോ കടമയും നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. ആ കടമ നാം നന്മയിലൂടെയും സ്നേഹത്തിലൂടെയും നിറവേറ്റേണ്ടതും നമ്മളിൽ തന്നെ ഒതുങ്ങാതെ സാമൂഹ്യത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും കടമ പൂർത്തിയാക്കേണ്ടതും പൂർവികരായി ഉണ്ടാക്കി വെച്ചത് നാം ഇപ്പോൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നാം ഭാവിക്കു വേണ്ടി നാം ഓരോരുത്തരും എന്തെങ്കിലും ഒരു നല്ല തീരുമാനങ്ങളും നല്ല കാര്യങ്ങളും ചെയ്യണമെന്ന് ഞാൻ ഈ ക്ലാസ്സിലൂടെ ബോധവൽക്കരിക്കപ്പെട്ടിരിക്കുന്നു. നന്ദി. എൻ്റെ പേര് അരുൺ. ഞാൻ രാവണീശ്വര സ്കൂളിൽ നിന്നാണ് വരുന്നത്. നമുക്ക് ഇന്ന് ശ്രീധരൻ മാഷ് 2 മണിക്കൂർ ക്ലാസ് എടുത്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പോയിന്റാണ് അച്ഛനും അമ്മയും എങ്ങനെ സ്നേഹിക്കാമെന്ന് നമുക്ക് മനസ്സിലാക്കി തന്നു. എങ്ങനെ നമ്മൾ അച്ഛനും മനസ്സ് വേദനിപ്പിക്കാതെ സ്നേഹത്തോടെ എല്ലാം ഇതാക്കണം. എൻ്റെ പേര് നിരഞ്ജൻ. ഞാൻ GHS രാവണീശ്വരത്തുനിന്ന് വരുന്നു. നമുക്ക് സാറെടുത്തുന്ന ക്ലാസ് ഒരു നല്ല പോയിന്റായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ അച്ഛനോടും അമ്മയോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് എനിക്ക് തോന്നിയത്. നമസ്കാരം, എൻ്റെ പേര് ശിവനന്ദാതി. ഞാൻ 9ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. GHS രാവണീശ്വരി സ്കൂളിൽ നിന്ന് വരുന്നു. ശ്രീധരൻ മാസ്റ്റർ നമുക്ക് കുറേ അറിവുകൾ പകർന്നു തന്നു. ലക്ഷ്യത്തിലേക്കുള്ള മാർഗവും അതുപോലെ തന്നെ സമൂഹത്തിൽ എത്ര സേവനങ്ങൾ ചെയ്യണമെന്നും അങ്ങനെയുള്ള കുറേ അറിവുകൾ പകർന്നു. നന്ദി. എൻ്റെ പേര് ശ്രീഹരി. ഞാൻ രാവണീശ്വരി സ്കൂളിൽ വരുന്നു. നമുക്ക് ക്ലാസ് എടുത്ത സാറിൽ ഇഷ്ടപ്പെട്ട ഒരു പോയിന്റ് ഭാവിയുടെ ജോലിയെക്കുറിച്ചുള്ള എങ്ങനെ നേടാമെന്ന് പറഞ്ഞു. നമസ്കാരം, ഞാൻ മിത്ര പി. GHS രാവണീശ്വരം സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഇവിടുത്തെ ശ്രീധരൻ മാസ്റ്റർ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാസ് എടുത്തു തന്നു. സാമൂഹിക രീതിയും ലക്ഷ്യബോധവും നമുക്ക് പകർന്നു തന്നു. ഞാൻ GHS രാവണേശ്വരം ഹൈസ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപികയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ആനന്ദാശ്രമത്തിൽ വരുന്നത്. അപ്പം നമ്മളെ സോഷ്യൽ സർവീസിന്റെ ഭാഗമായിട്ടാണ് ഒരു ഫീൽഡ് ട്രിപ്പ് എന്ന രീതിയിലാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഒരു ജീവിതത്തിൽ അടുക്കും ചിട്ടയും മാത്രമല്ല റെസ്പോൺസിബിലിറ്റിയോടുകൂടി എങ്ങനെ ഒരു കുട്ടികൾ വരണമെന്നും അതുപോലെ അവരുടെ ഏതൊക്കെ ഒരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഉള്ള വിവിധ മാർഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ക്ലാസ് എടുത്ത സമയത്ത് എനിക്ക് മനസ്സിലായത്. അത് കുട്ടികൾ കൂടുതലായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു റെസ്പോൺസിബിലിറ്റി മാത്രമല്ല, അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ നമുക്ക് ചിട്ടയായ രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏതൊക്കെ മാർഗങ്ങളാണ് ഉപയോഗിക്കേണ്ടത് ആ മാർഗങ്ങൾ കൃത്യമായി ഉപയോഗിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ലക്ഷ്യബോധത്തോടുകൂടി നമ്മൾ എത്തുകയുള്ളൂ എന്നാണ് ആ ക്ലാസ്സിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും അപ്പോൾ ഇതൊരു പുതിയ അനുഭവമായിട്ടാണ് എനിക്ക് ഈ ആശ്രമത്തിൽ വന്നപ്പം തോന്നിയത്. വീണ്ടും വരണമെന്ന് തന്നെയാണ് മനസ്സിൽ തോന്നുന്നത്.